നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവമാണ്. അപ്പോൾ ഇഹാച്ചിനെ ഞങ്ങൾ LKG ആക്കിയിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചെന്നായിരുന്നേ. അപ്പോൾ അവിടെ ഞങ്ങൾ കട്ട പോസ്റ്റ് ആയിരുന്നു, അവിടെ എല്ലാവരും വന്ന് തുടങ്ങുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഹാച്ചിയാണെങ്കിൽ മുഖമൊക്കെ ഇങ്ങനെ വാടി ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്നെ ഇവിടെ ആക്കിയിട്ട് പോവാണോ എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അവൻ്റെ മുഖത്ത് നിറച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഡെക്കറേഷൻസും പരിപാടിയും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബലൂൺ വീർപ്പിക്കാനും തോരണം കെട്ടാനും ഒക്കെ ഉള്ള തിരക്കിലായിരുന്നേ. അപ്പം ഞാനും ഇഹാച്ചി ഇതൊക്കെ കണ്ടോണ്ടിങ്ങനെ ഇരിക്കുക. അവനാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് മാറുന്ന പോലും ഇല്ലായിരുന്നേ. കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ അവരുടെ കൂടെ പോയിരിക്കാൻ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര മടിയായിരുന്നു. കൂടി നമ്മുടെ പാഠശാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ ഈശ്വര പ്രാർത്ഥന. സന്തോഷിച്ച ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന PTA പ്രസിഡന്റ് ജാക്സൺ, എല്ലാ PTA അതില് ഒന്ന് ജനനം, രണ്ടാമത്തത് മരണം. ഈ രണ്ട് കാര്യം നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും ഇത്. അപ്പോൾ ഈ ദിവസത്തിൽ ഞങ്ങളും നമ്മുടെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്, ഞാനും ഇഹാച്ചിനെയും കൊണ്ട്. അപ്പം അവന് സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. 25-26 അധ്യയന വർഷം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അതുപോലെ അധ്യാപകർക്കും മാതാപിതാക്കന്മാർക്കും എല്ലാവർക്കും പുതിയ അധ്യയന വർഷത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ LKGയിലെയും UKGയിലെയും പിന്നെ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളെയൊക്കെ വെൽക്കമിങ് ചെയ്യാനായിട്ട് അവർക്കൊക്കെ ക്രൗണും പിന്നെ അവർക്ക് ഗിഫ്റ്റും അങ്ങനെ ബലൂൺസും ഒക്കെ കൊടുക്കുന്നു എന്ന ഒരു പരിപാടിയായിരുന്നേ. അപ്പോൾ ഇഹാച്ചി ആണെങ്കിൽ ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി പേടിച്ച് എൻ്റെ പുറകെ നിൽക്കുവാണേ. കാരണം അവൻ ഇതൊക്കെ കണ്ടിട്ട് ഇനി ഇന്നത്തെ ദിവസം ഞാൻ അവനെ ഇവിടെ നിർത്തിയിട്ട് പോകുമോ എന്നൊക്കെ ഉള്ള പേടിയാണ്. അത് കാരണം എന്താ ഇറങ്ങി ഓടുന്നുണ്ടോ ഒരാൾ, ഭയങ്കര പേടിയായിരുന്നു. അവസാനം പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ അവനെ അണിയിച്ചൊരുക്കി കൊടുക്കേണ്ടി വന്നേ. എന്നാലും അവൻ ഫോട്ടോ എടുക്കുന്ന പരിപാടിക്ക് അവൻ നിന്നില്ല കേട്ടോ, കാരണം അവന് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം എൻ്റെ പുറകെ വന്നിരുന്നത് ഈ എക്സ്പ്രഷൻ വിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നേ. കണ്ട പിള്ളേരൊക്കെ നല്ല ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ നല്ല സ്മാർട്ടായിട്ടൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെ നിൽക്കുവാണ്, പേടിച്ച് വിറച്ചേ. പിന്നെ നാളെ അവനെ സ്കൂളിൽ ഇരുത്താൻ വരുമ്പോഴത്തേക്ക് എന്താവും അവസ്ഥ എന്നറിയത്തില്ല. ഇന്നിപ്പം നമ്മുടെ കൂടെ കൊണ്ടുപോകുമല്ലോ നമുക്ക്, അപ്പം നാളത്തെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ അവന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുതിയ സ്കൂളാണ്, പുതിയ ടീച്ചറാണ്, പുതിയ കൂട്ടുകാരാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്താണെന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനൊക്കെ അവനുണ്ടായിരുന്നു. നിന്നത് പിന്നെ അതേ വലിയ കുട്ടികൾക്കുള്ള കൊടുക്കാൻ പോകുമായിരുന്നു. ചെല്ലി അപ്പോൾ വെൽക്കമിങ് റാലിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.